ബാലഗോപാൽ അപമാനിച്ചു എന്ന് ഞാൻ പറയില്ല, കാരണം അത് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. പക്ഷേ ബാലഗോപാലിന്റെ പ്രസംഗം വലിയ തോതിൽ പ്രകോപനപരമായിരുന്നു എന്ന് ഉറപ്പാണ്. കാരണം അദ്ദേഹം LOP ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞു, എന്തെങ്കിലും പറയൂ എന്ന്. പക്ഷെ പിണറായി വിജയൻ പല വിഷയങ്ങളിലും മിണ്ടിയില്ല ആ വിഷയത്തിൽ. കാരണം പിണറായി വിജയനും പറയണമെങ്കിൽ എഴുതി കൊണ്ടുവന്ന് വായിക്കണം. സ്വന്തമായ ബുദ്ധിയിൽ നിന്ന് പെട്ടെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല അദ്ദേഹം. എഴുതി കൊടുക്കണം ആരെങ്കിലും. അപ്പോൾ എഴുതി കൊടുക്കാതെ ഇരുന്നാൽ അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാൻ പറ്റില്ല. അതാണ് അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മുഖ്യമന്ത്രി വലിയ തോതിൽ വിജയിക്കുന്നതിൻ്റെ കാരണം. മുഖ്യമന്ത്രിക്ക് ഇതൊന്നും എഴുതി വായിക്കേണ്ട കാര്യമില്ല. ഒരു പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റ് കൺവിൻസിംഗ് ആയി പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് അത് കഴിയുന്നില്ല. ഇത് വല്ലാതെ അസ്വസ്ഥത പ്രതിപക്ഷ നിരകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പാർട്ടി അണികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടി ഒരു അനുരണനമാണ് ഈ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയൂ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവായി ബാലഗോപാലിനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ ഉപനേതാവിന് പറയാം. അത് പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. എന്തായാലും അറിയില്ല. CPI ആവശ്യപ്പെടുന്നു പ്രതിപക്ഷം. ഈ ഒരു തർക്കത്തിൽ ഇവിടെ ഗവൺമെന്റിനെ എല്ലാത്തിനും എതിർക്കുക എന്ന ഒരു പൊതു സമീപനം അങ്ങ് എടുക്കുകയും ഒരു മാസം കിട്ടുന്ന എല്ലാ ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും ഇഫക്റ്റീവായി പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇഫക്റ്റീവായി പോകാതിരുന്നത് ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ എടുത്തു കാട്ടിയിട്ടാണ് സതീശൻ അതിന് സർക്കാർ ഭാഗത്ത് മറുപടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഡിഫൻസ്ലെസ് ആവും. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പറയാനില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PM ശ്രീയുടെ വിഷയം വന്നപ്പോൾ സതീശൻ ചോദിച്ചുള്ളൂ, നിങ്ങൾ എന്തിനു ഒപ്പിട്ടു? അപ്പം ഞങ്ങളിത് എന്താണ് പറയുക, റദ്ദാക്കാനാണ് ഒപ്പിട്ടത്. റദ്ദാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു MOU ഒപ്പിടുമോ? എന്തിനിങ്ങനെ കേന്ദ്രത്തിന് മാത്രം പിന്മാറാൻ വ്യവസ്ഥയുള്ള ഒരു കരാറിൽ നിങ്ങൾ ഒപ്പിട്ടോ? അവസാനം പ്രതിപക്ഷ നേതാവിന് നോക്കി വായിക്കുകയാണെങ്കിലും പറയേണ്ടി വന്നു, 1100 കോടി രൂപ കിട്ടാൻ വേണ്ടി ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടി രാഷ്ട്രീയം ബലി കഴിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം. രാഷ്ട്രീയം ബലി കഴിച്ചു. മാത്രമല്ല, നിങ്ങളിത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞൊരു കത്ത് കൊടുത്തോ? ഞങ്ങൾ ഈ MOU പിന്മാറുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തോ? കൊടുത്തില്ലല്ലോ. ക്യാപ്റ്റൻ അബയൻസ് സബ് കമ്മിറ്റി വെച്ചു. ക്യാപ്റ്റൻ അബയൻസ് എന്ത്? ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരാറിലുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. തൽക്കാലം നിർത്തട്ടെ എന്ന്. അപ്പൊ പ്രശ്നം ആ കാര്യത്തിൽ അടക്കം, മദ്യനയത്തിലടക്കം നിരവധി വിഷയങ്ങളിൽ വരുമ്പോൾ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുക? ഇപ്പൊ അദാനി വിഷയം വന്നപ്പോഴും ആ പ്രശ്നമുണ്ട്. 49% ഓഹരി അദാനി വിൽക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. 25% ഓഹരി വിറ്റാൽ പിണറായി വിജയന് വിരോധമുണ്ടോ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. സാധാരണഗതിക്ക് അദ്ദേഹം പിണറായി വിജയനെതിരെ അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല. ഇത്തവണ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ അദാനിയായിട്ട് ഞങ്ങളെക്കാളും ഒക്കെ ബന്ധമുള്ളത് അവർക്കല്ലേ. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഒരു 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അവരല്ലേ ഇത്രയും കാലം അദാനിയുടെ കൂടെ അദാനി പാർട്ട്ണർ എന്ന് പറഞ്ഞ് നടന്നത്. അപ്പൊ അദാനിയെ പാർട്ട്ണറാക്കി, അദാനിയെ കൂടെ നിർത്തി, അദാനി ഫോക്കസ് ചെയ്ത് കേരള മേധാ വികസനത്തിന്റെ കുതിപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പണ്ട് ദേശീയപാതയിൽ റീലിട്ട റിയാസിന്റെ സ്ഥിതിയായി ഇപ്പൊ പിണറായിക്ക്. കാരണം ഇപ്പൊ തോമസ് ഐസക് പറയുന്നത് ആ കരാർ നല്ലതൊന്നുമല്ല, പിന്നെ എന്തിനാ നിങ്ങൾ നടപ്പാക്കിയത്? നിങ്ങളിപ്പോ വേണ്ടാന്ന് നോക്കിയായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാ നടപ്പാക്കിയത്? ആ കരാറിലെ എല്ലാ വ്യവസ്ഥകളും നിങ്ങൾക്കെതിരാണ്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ കരാർ അപകടകരമാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളൊക്കെ വികസന വിരുദ്ധരും സാമ്രാജ്യ വിരുദ്ധ എന്താ പറയുക രാജ്യദ്രോഹികളും പിണറായി വിരുദ്ധരുമായിരുന്നു. ഇത് പറയുമ്പോൾ ഈ അദാനി അങ്ങനെ പൊക്കി അദാനി AKG സെന്ററിൽ വരുന്നു, അവിടെ കാണുന്നു, അദാനിയുടെ കോട്ടിടുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ ഡിഫൻസ്ലെസ് ആയ ഒരു പൊസിഷനിലേക്ക് മദ്യനയത്തിലായാലും PM ശ്രീയിലായാലും അദാനിയിലായാലും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിണറായി ഇരിക്കുമ്പോൾ പിണറായി വിജയൻ ഇതിനൊന്നും അങ്ങനെ മറുപടി പറയാൻ പറ്റില്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ ഞങ്ങളെക്കാൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അദാനിയുടെ പാർട്ട്ണറല്ലേ, അവർക്കല്ലേ അറിയാം. ഞങ്ങൾ വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഇത്രയും ഓഹരി വിൽക്കണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനം എടുക്കാവുന്ന കാര്യമല്ല. മുമ്പേ തീരുമാനം എടുത്തിട്ടുണ്ടാവും. അന്നത്തെ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ടാവും. മറ്റൊരു സിമ്പിളായ വാദം കൂടിയുണ്ട്. ഇപ്പൊ പിണറായി 3 വന്നിരുന്നു നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി 3 വന്നാൽ PM ശ്രീ ഇവിടെ നടപ്പാക്കും, മദ്യനയം ഇവിടെ നടപ്പാക്കും. അത് ഞങ്ങളുടെ നയമാണ്, ഞങ്ങൾ അസംബ്ലി പാസ്സാക്കിയുള്ള നയമാണെന്ന് പറയും. അതുപോലെ അദാനിക്ക് ഇതെല്ലാം കൊടുക്കും. അദാനി 40% ഷെയർ വിൽക്കണം, ഇത് വിദേശ നിക്ഷേപമെന്ന് പറയും. ദേശാഭിമാനി പറഞ്ഞ പോലെ പിണറായി പറയും. ഇപ്പൊ പ്രതിപക്ഷത്തായതുകൊണ്ടല്ലേ ദേശാഭിമാനി പറഞ്ഞ് തെറ്റാന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ദേശാഭിമാനി വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞ എന്താണ്? ആദ്യം ദേശാഭിമാനി പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. കടൽ കൊള്ളയാണ്, 6000 കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞ ദേശാഭിമാനി
മന്ത്രിസഭ മാറിയപ്പോൾ ഉടനെ മാറിയല്ലോ വിഴിഞ്ഞം കേരളത്തിന്റെ വലിയ കവാടം, 1000 ഷിപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞു. എത്ര നിയമലംഘനങ്ങൾ വിഴിഞ്ഞം അദാനി നടത്തി എന്നുള്ളതിനെ കുറിച്ചൊന്നും മിണ്ടിയില്ലല്ലോ. മുതലപ്പൊഴിയിൽ എത്രയോ മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ട് പിണറായി വിജയൻ എന്തെങ്കിലും വിഷമമുണ്ടായോ? സർക്കാരിന് വിഷമമുണ്ടായോ? അപ്പോ ഇതൊന്നും ഇനി അങ്ങോട്ട് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു നേതാവ് വേണം എന്ന് CPM-കാർ ആഗ്രഹിക്കുന്നത്. കൃത്യമായും വേറെ നേതാവ് വന്നാൽ ഒരു പക്ഷേ പറഞ്ഞൊഴിയാൻ പറ്റും, ഞാനല്ല, പഴയ ഗവൺമെന്റിന് ഒന്ന് വേണി പറയാം. അത് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃസ്ഥാനം തുലാസിലാണ്. ഇനി അത് മാത്രമല്ല, ഏതെങ്കിലും വിധത്തിൽ ലാവലിംഗ് കേസോ ഇപ്പോൾ മാസപ്പടി കേസിലോ പിണറായി വിജയന് ഇംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് വന്നാൽ, വരുമെന്ന് എനിക്കറിയില്ല, ഉണ്ട് എന്ന് വന്നാൽ പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് മാറ്റാൻ പാർട്ടിയിൽ ശക്തമായ മുന്നോട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് പാർട്ടിക്ക് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.